ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ അധികമായി ഒരു വ്ളോഗ് എടുക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചെടുത്തതല്ല ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു കാരണമുണ്ട്. അപ്പം ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തോന്നുന്നു ഒരു 1 year 2-3 months ആയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനത് ചിന്തിക്കുന്നത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണമെന്നൊക്കെ. അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ കുറച്ച് 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അങ്ങോട്ട് എത്താട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആക്രാന്തം മൂത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വേറെ ഇങ്ങനെ കുറച്ച് റീൽസ് അതൊക്കെ ഇട്ട് ഇപ്പോൾ നിർബന്ധമില്ല. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പം തോന്നുന്നത് മര്യാദ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണം തോന്നി. 1 year കഴിഞ്ഞു കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ വയ്ക്കും ഇത് എന്തിനാണ് ഇപ്പോഴൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറയുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ബോറടിപ്പിക്കൊന്നുമില്ല. അത് ആദ്യം ഞാൻ വിചാരിച്ചത് വെച്ചാൽ വേറെ കുറച്ച് കണ്ടന്റെല്ലാം വെച്ച് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നല്ല എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളതായിരുന്നു. പിന്നെ വെച്ചു ഇതങ്ങനെ ആവശ്യമില്ല. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞ് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. ഇനി വേണം എനിക്കിങ്ങനെ കുറേ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ. സോ അതിൻ്റെ ഒരു ബിഗിനിങ് ആണിത്. എന്നെക്കുറിച്ച് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും പറയണമല്ലോ. കാരണം നമ്മളിങ്ങനെ തോന്നിയ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അഭിനയാണ്. എൻ്റെ പേര് അഭിനയ എന്നാണ്. 19 വയസ്സാണ്. കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പം ഡിഗ്രി 3rd year ആണ്. നമ്മളെ ഫേമസ് ആയിട്ടുള്ള തട്ടത്തിൻ മറയത്ത് മൂവിയിൽ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ, അതെ ആ കോളേജ് തന്നെയാണ്. പയ്യന്നൂർ കോളേജാണ് പഠിക്കുന്നത്. വരാന്തയൊക്കെ അവിടെ ഉണ്ട്. സോ അടിപൊളിയാണ് കോളേജ്. എനിക്ക് അത്ര ഇതിലേക്കൊന്നും കിടക്കണ്ട. അപ്പം ഞാൻ അതൊക്കെ ഞാൻ വേറൊരു വ്ളോഗിലൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും, കോളേജിൻ്റെ ഒക്കെ കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് കോളേജ്. അതാണ് ഞാൻ അവസാനമായിട്ടൊരു വ്ളോഗ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൂട്ടിക്കലർത്തുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ബ്ല അടിച്ചങ്ങോട്ട് എത്തും. അതുകൊണ്ടാണ് ഞാനിത് ബോറടിപ്പിക്കാണ്ട് കുറച്ച് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ ടു ബി ഹോണസ്റ്റ്ലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു സംഭവമാണ് എൻ്റെ റീസൺ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം. ഓക്കെ, പിന്നെ വെച്ചാൽ എനിക്കിഷ്ടമാണ് ഡെഫിനറ്റ്ലി വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്. അത് ഒരുപാട് ആൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി വലുതൊക്കെ ആയാലും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അരങ്ങായിരിക്കുമല്ലോ. അങ്ങനത്തെ 2 കാര്യമാണ്. ഒന്നത് അരങ്ങായിരിക്കും. ഓക്കെ, പിന്നെയുള്ള വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് സംഭവമാണ്. 19 വയസ്സിലിപ്പം എനിക്കിപ്പം ഈ ഡിഗ്രിയും കൊണ്ടുപോകുമ്പം എനിക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ യൂട്യൂബ് ചാനലാണ്. അല്ലാണ്ട് ഇപ്പോൾ വേറെ പണിക്കൊന്നും വീട്ടിൽ നിന്ന് വിടത്തൊന്നുമില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നത് വെച്ചാൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, അങ്ങനത്തെ സംഭവം. അതന്നെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് കേട്ടോ. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതന്നെയാണ് എൻ്റെ മൈൻഡ് സെറ്റും. സോ ദാറ്റ്സ് വൈ ഐ ആം സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ. ഇതൊക്കെ നശിപ്പിച്ചു പാവൻ ചെക്കനോ പെണ്ണോ ആയിക്കോട്ടെ, നശിപ്പിച്ചു. ഞാൻ ഒറ്റക്കായോണ്ട് ഞാൻ വിചാരിച്ചു ഇവനെയും കൂട്ടാം. ഓക്കെ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. വ്ളോഗ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ആൾക്കാർ വിചാരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിഗിനിങ് ആയിട്ട് എടുക്കാം. വീട്ടിനടുത്ത് വെച്ച് കാണാം. നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അടിപൊളി സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബോധമുണ്ട് കംഫേർട്ട് സോണിൽ നിന്ന്. ബോധമുണ്ട്, ആവശ്യത്തിനുണ്ട്. കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ള ബോധം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതിങ്ങനെ സ്റ്റിക്കായിരിക്കണം, എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം എക്സ്ട്രോവേർട്ടിനും പ്രശ്നമുണ്ടോ ഒന്നാണ്. ഞാൻ എൻ്റെ കാര്യം പറയാം. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ സ്റ്റിക്കായിട്ട് എനിക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ല. കംഫേർട്ട് സോണിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ്. അതെനിക്ക് ക്രോസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്, ആ കംഫേർട്ട് സോൺ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനിയിപ്പം ഒരുപാട് വ്ളോഗ്സ് നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് പറയാനാണ് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഒരുപാട് വ്ളോഗ്സ് ഓൺ ദ വേ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിനോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള സാധനം. പക്ഷേ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എത്ര പേർക്ക് ഞാനിത് കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോയാണ്. സംഭവിച്ചാൽ ഞാൻ 1 year യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ എനിക്കൊരു സംതൃപ്തി തോന്നിയിട്ടില്ല. കാരണം എനിക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ബിഗിനിങ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുന്നു. പിന്നെ നമ്മൾ ഫുള്ള് ബിസി ആയി എന്താണ്
എപ്പോഴും ഇങ്ങനെ വ്ളോഗ് ഷോർട്സ് ഇടണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഇപ്പം നല്ല ഒഴിച്ചു ഓക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പറയാനുള്ളത് വെച്ചാൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം നമുക്ക്. അതാണല്ലോ നമ്മളുടെ ഒരു വിജയം. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വരും കേട്ടോ. ഓക്കെ, ഓൺ ദ വേ ആണ്, ഞാൻ പറഞ്ഞിട്ട് എന്നാലും ഓൺ ദ വേ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവൻ ഞാൻ കൂട്ടട്ടെ, കട്ട് ചെയ്യില്ല. ഓക്കെ, താങ്ക് യു.